നമസ്കാരം. ഇറാൻ്റെ ഡ്രോൺ ആക്രമണത്തിൽ യുഎസിൻ്റെ പാട്രിയറ്റ് അഗ്നിഗോളമായി. ഇറാനോട് തോറ്റു തുന്നമ്പാടി അമേരിക്കൻ പട. എർബിൽ വിട്ട് അമേരിക്കൻ സേന പിന്മാറാൻ യഥാർത്ഥ കാരണം എന്താണ്? ഒരു ചോദ്യം. അത് ലോകത്തിലെ ഏറ്റവും ശക്തമായിട്ടുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിലൊന്നായിട്ടുള്ള അമേരിക്കയുടെ പാട്രിയറ്റ് മിസൈൽ പ്രതിരോധ സംവിധാനം ഒരു കൂട്ടം ഡ്രോണുകൾക്ക് മുന്നിൽ ശരിക്കും പരാജയപ്പെട്ടു. അതും ഇറാൻ്റെ ഡ്രോൺ കൂട്ടങ്ങൾക്ക് മുൻപിൽ. അതോ ഇതെല്ലാം ഇറാനിയൻ മാധ്യമങ്ങളുടെ പ്രചരണം മാത്രമാണോ? അതിനും വലിയ ചോദ്യം, അമേരിക്ക വർഷങ്ങളായി ശക്തമായിട്ട് നിലയുറപ്പിച്ചിരുന്ന ഇറാഖിലെ എർബിൽ സൈനിക താവളത്തിൽ നിന്ന് എന്തുകൊണ്ട് എത്ര വേഗത്തിൽ സൈന്യത്തെയും ഭാരമേറിയ ആയുധങ്ങളെയും പിൻവലിക്കാൻ തുടങ്ങി? ഇത് വെറും ഷെഡ്യൂൾ ചെയ്ത പുനർവിന്യാസമായിരുന്നു, അതോ ഇറാൻ്റെ ആക്രമണങ്ങൾ അമേരിക്കയെ നിർബന്ധിതരാക്കിയതാണോ? അമേരിക്കൻ സൈന്യം ഇറാഖിലെ കുർദിസ്ഥാൻ മേഖലയിലുള്ള എർബിൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപമുള്ള സൈനിക താവളത്തിൽ നിന്ന് സൈനികരെയും ഭാരമേറിയ ഉപകരണങ്ങളെയും പിൻവലിക്കാൻ തുടങ്ങിയെന്ന റിപ്പോർട്ടുകൾ അടുത്തിടെ പുറത്തു വന്നു. ഈ നീക്കത്തെ അമേരിക്കയും ഇറാഖ് സർക്കാരും മുൻകൂട്ടി തീരുമാനിച്ചിരുന്ന സൈനിക പുനർവിന്യാസത്തിൻ്റെ ഭാഗമായിട്ടാണ് വിശേഷിപ്പിച്ചത്. സെപ്റ്റംബർ 30-നകം അമേരിക്കൻ സേനയുടെ പുനഃക്രമീകരണം പൂർത്തിയാക്കുവാനുള്ള ധാരണയുടെ ഭാഗമാണിതെന്നുള്ള ഔദ്യോഗിക വിശദീകരണവും വന്നു. എന്നാൽ ഇറാനിയൻ മാധ്യമമായിട്ടുള്ള പ്രസ് ടി വി റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഈ ഔദ്യോഗിക വിശദീകരണം യഥാർത്ഥ കാരണം മറച്ചുവയ്ക്കുന്നതാണ് എന്നുള്ളതാണ്. അതായത് അവരുടെ റിപ്പോർട്ടിൽ പറയുന്നത് ഇറാൻ്റെ കൃത്യമായിട്ടുള്ള ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ അമേരിക്കയുടെ പാട്രിയറ്റ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ തകർത്തതോടെയാണ് എർബിലിൽ തുടരുന്നത് അപകടകരമാണ് എന്നുള്ളത് ആ സ്ഥിതി മനസ്സിലാക്കുന്നതും അവിടെ നിന്ന് മാറുവാൻ തീരുമാനിക്കും. അതിനാലാണ് അമേരിക്ക അതിവേഗ പിൻവലിക്കൽ സ്ട്രാറ്റജി ഉപയോഗിച്ചതെന്ന് പറയുന്നത്. അതായത് ഡ്രോൺ കൂട്ടങ്ങൾ ഒന്നടങ്കം പാട്രിയറ്റ് മിസൈലുകളെ തകർത്ത് തരിപ്പണമാക്കുന്ന, അഗ്നിക്കിരയാക്കുന്ന തരത്തിലേക്ക്, ചുട്ടുചാമ്പലാക്കുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടായതോടുകൂടി തന്നെയാണ് അതിവേഗ പിൻവലിക്കൽ തന്ത്രവുമായിട്ട് അമേരിക്ക എത്തിയത്. റിപ്പോർട്ട് പ്രകാരം ജൂലൈ 16-നും ജൂലൈ 24-നും പകർത്തിയ ഉപഗ്രഹ ചിത്രങ്ങൾ എർബിൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ പാട്രിയറ്റ് ലോഞ്ചറുകൾ ആക്രമണത്തിൽ തകർന്നതായിട്ട് കാണിക്കുന്നു എന്നുള്ള അവകാശവാദമുണ്ട്. അത്തരത്തിലുള്ള പാട്രിയറ്റ് ലോഞ്ചറുകളെ വളരെ കൃത്യമായിട്ടും അഗ്നിക്കിരയാക്കുകയായിരുന്നു ഇറാൻ എന്നാണ് പറയപ്പെടുന്നത്. ഈ ചിത്രങ്ങൾ സ്വതന്ത്ര നിരീക്ഷകർ വിശകലനം ചെയ്തതായിട്ട് റിപ്പോർട്ട് പറയുന്നുണ്ട്. എന്നാൽ ഈ ചിത്രങ്ങളുടെ അടിസ്ഥാനത്തിലുണ്ടായ നാശനഷ്ടങ്ങളുടെ വ്യാപ്തി അത് ഇതുവരെയും സ്വതന്ത്രമായിട്ട് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല എന്നത് ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. അപ്പോൾ ആ പ്രസ് ടി വിയുടെ റിപ്പോർട്ട് അനുസരിച്ചിട്ട് ജൂലൈ 16-ന് നടന്ന ആദ്യ ആക്രമണത്തിൽ പാട്രിയറ്റ് ലോഞ്ചറിന് ഗുരുതരമായിട്ടുള്ള കേടുപാടുകൾ സംഭവിച്ചു. ചിത്രങ്ങളിൽ നിന്നിങ്ങനെ പുക ഉയരുന്നതും ലോഞ്ചർ പ്രവർത്തനരഹിതമാകുന്നതുമാണ് കാണുന്നത് എന്ന് അവർ പറയുന്നുണ്ട്. അതായത് അഗ്നിക്കിരയാകുന്ന, ചുട്ടുചാമ്പലാക്കുന്ന തരത്തിലേക്ക് പാട്രിയറ്റ് മിസൈലുകളെ കൊണ്ടെത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇറാൻ്റെ ആക്രമണം, ഇറാൻ്റെ ഡ്രോണുകളുടെ ആക്രമണം എന്ന് പറയപ്പെടുന്ന പിടിച്ചു നിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് അമേരിക്ക ചെല്ലുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആക്രമണത്തിൽ ഷാഹിദ് 136 ഒരു വഴി ആക്രമണ ഡ്രോണുകളാണ് ഉപയോഗിച്ചതെന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഇറാൻ്റെ ഭാഗത്തു നിന്ന്. അതായത് എങ്ങനെയാണ് ആക്രമണ ശേഷി ഉണ്ടായത്, ഏത് തരത്തിലാണ് ആക്രമണം നടത്തിയത്, അതിനുപയോഗിച്ചത് എന്താണ്? അപ്പോൾ ഇതിന് പിന്നാലെ ജൂലൈ 24-ന് നടന്ന രണ്ടാമത്തെ ആക്രമണത്തിലും അതേ പാട്രിയറ്റ് ബാറ്ററിയുടെ മറ്റൊരു ഭാഗം തകർന്നു എന്നുള്ള റിപ്പോർട്ടുകൾ ചെയ്യുന്നു. എർബിൽ വിമാനത്താവളത്തിനുള്ളിൽ തീപിടുത്തം ഉണ്ടായതായിട്ടും ഒന്നിലധികം പാട്രിയറ്റ് ലോഞ്ചറുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായിട്ടും ആ റിപ്പോർട്ടുകൾ അവകാശപ്പെടുന്നുണ്ട്. എന്നാൽ ഈ സംഭവങ്ങളെക്കുറിച്ച് അമേരിക്ക ഇതുവരെയും ഔദ്യോഗികമായിട്ട് സ്ഥിരീകരണമൊന്നും നൽകിയിട്ടില്ല. ഇറാൻ്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അഥവാ IRGC ഓപ്പറേഷൻ നാസർ 2-ൻ്റെ 27ാമത്തെ തരംഗത്തിനിടെയാണ് എർബിലിൽ പാട്രിയറ്റ് സംവിധാനം നശിപ്പിച്ചതെന്ന് അവകാശപ്പെടുന്നുണ്ട്. അമേരിക്കൻ നിരീക്ഷണ ബലൂണും സൈനിക സൗകര്യങ്ങളും ലക്ഷ്യമിട്ട ആക്രമണമാണ് നടത്തിയത് എന്നും IRGC പ്രസ്താവനയിൽ പറയുന്നു. ഈ അവകാശവാദങ്ങൾ സ്വതന്ത്രമായിട്ട് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ വിശകലനത്തിൽ പ്രധാനമായിട്ടും ചൂണ്ടിക്കാണിക്കുന്ന കാര്യം പാട്രിയറ്റ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ ദുർബലതയെക്കുറിച്ചാണ്. 100 കണക്കിന് കിലോമീറ്റർ പരിധിയിൽ ശത്രു മിസൈലുകളെ തടയാൻ രൂപകൽപ്പന ചെയ്ത ഈ സംവിധാനം കുറഞ്ഞ ചെലവുള്ള ഡ്രോണുകൾക്ക് മുന്നിൽ പ്രതീക്ഷിച്ച ഫലം നൽകുന്നില്ല എന്നതാണ് അവരുടെ വിലയിരുത്തൽ. അതായത് അമേരിക്കൻ പാട്രിയറ്റിനെ തകർത്തെറിയാൻ ഇറാന് കഴിയുന്നു, ഇറാൻ്റെ വില കുറഞ്ഞ ഡ്രോണുകൾക്ക് കഴിയുന്നു എന്നുള്ളതാണ്. ആക്രമണകാരിയായിട്ട് ഉപയോഗിക്കുന്ന ഷാഹിദ് 136 ഡ്രോണുകൾക്ക് ആയിരക്കണക്കിന് ഡോളർ മാത്രമേ ചിലവാകൂ. എന്നാൽ ഒരു പാട്രിയറ്റ് ഇൻ്റർസെപ്റ്ററിൻ്റെ വില എന്ന് പറയപ്പെടുന്നത് ദശലക്ഷക്കണക്കിന് ഡോളറാണ്. ഇത് നമ്മളുടെ സാമ്പത്തിക വ്യത്യാസം എന്ന് പറയപ്പെടുന്നത് എടുത്തു കാണിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇതിനിടയിൽ ഈ പാശ്ചാത്യ വൃത്തങ്ങൾ ഇതിന് മറ്റൊരു വിശദീകരണമാണ് നൽകുന്നത്. അതായത് അമേരിക്കൻ സേനയുടെ നീക്കം മുൻകൂട്ടി നിശ്ചയിച്ചിരുന്ന പുനർവിന്യാസ പദ്ധതിയുടെ ഭാഗമാണെന്നും ഇറാഖിലെ സുരക്ഷാ ചുമതലകൾ അത് ക്രമേണ പ്രാദേശിക സേനയ്ക്ക് കൈമാറുന്ന ദീർഘകാല പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്നുമാണ് അവർ പറയുന്നത്. അപ്പോൾ പാട്രിയറ്റ് സംവിധാനങ്ങൾ നശിച്ചതാണ് പിൻവാങ്ങലിന് കാരണമെന്ന അവകാശവാദം അമേരിക്ക ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചിട്ടില്ല. എന്നാൽ റിപ്പോർട്ട് ചെയ്യുന്ന അനുസരിച്ചിട്ട് എർബിൻ സൈനിക സമുച്ചയത്തിൽ നിന്നുള്ള ഭൂരിഭാഗം അമേരിക്കൻ സൈനികരും ഭാരമേറിയ ഉപകരണങ്ങളും ഒപ്പം തന്നെ ഇതിനകം തന്നെ അവിടെ നിന്ന് നീക്കം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. സൈനിക വാഹന വ്യൂഹങ്ങൾ
അയൽ രാജ്യങ്ങളിലേക്ക് നീങ്ങുന്നതായിട്ടും അവർ പറയുന്നുണ്ട്. എന്നാൽ അമേരിക്കൻ പ്രതിരോധ വകുപ്പ് ഇത് സംബന്ധിച്ച് പ്രത്യേക നീക്കങ്ങളെക്കുറിച്ച് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. പ്രവർത്തന സുരക്ഷയെ ചൂണ്ടിക്കാട്ടിയാണ് അവർ വിശദാംശങ്ങൾ വെളിപ്പെടുത്താത്തത് എന്നാണ് പറയുന്നത്. എന്തായാലും എർബിലിൽ പാട്രിയറ്റ് സംവിധാനങ്ങൾ ഇല്ലാതായതോടുകൂടി അമേരിക്കൻ സൈന്യത്തിൻ്റെ സംരക്ഷണത്തിൽ വലിയ വിടവ് രൂപപ്പെട്ടിരിക്കുകയാണ്. അതാണ് തിടുക്കത്തിലുള്ള സൈനിക പുനർവിന്യാസത്തിന് പ്രധാന കാരണം എന്നാണ് അവരുടെ വിലയിരുത്തൽ. എന്നാൽ ഈ നിഗമനത്തെ പിന്തുണയ്ക്കുന്ന സ്വതന്ത്ര തെളിവുകൾ പരിമിതമാണ് എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. ഇവിടെ ഇറാനിയൻ മാധ്യമമായിട്ടുള്ള പ്രസ് ടി വി മറ്റൊരു പ്രധാന വാദവും കൂടി ഉന്നയിക്കുന്നുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. അവരുടെ അഭിപ്രായത്തിൽ ഇറാഖി കുർദിസ്ഥാനിൽ അമേരിക്കയുടെ സ്ഥിര സൈനിക സാന്നിധ്യം ഇനി സുരക്ഷിതമല്ല. അതിനാൽ അമേരിക്ക തങ്ങളുടെ സൈനിക വിന്യാസം കുവൈറ്റ്, ജോർദാൻ, മറ്റ് ഗൾഫ് രാജ്യങ്ങൾ എന്നിവിടങ്ങളിലേക്ക് പുനഃക്രമീകരിക്കുകയാണ് എന്നാണ് ഇറാനിയൻ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത്. അതേസമയം അമേരിക്ക അല്ലെങ്കിൽ അമേരിക്കൻ പ്രതിരോധ നയവിദഗ്ധരുടെയൊക്കെ ഭാഗത്ത് നിന്നും പാട്രിയറ്റ് മിസൈൽ ശേഖരത്തെക്കുറിച്ചുള്ള ചർച്ചകൾ വളരെ ഗംഭീരമായിട്ട് നടന്നിട്ടുണ്ട്. യുക്രൈനിലേക്കുള്ള കൈമാറ്റങ്ങളും വർദ്ധിച്ച ആവശ്യകതകളും പാട്രിയറ്റ് ഇൻ്റർസെപ്റ്ററുകളുടെ ലഭ്യതയെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ള ചില പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്നാൽ എർബിലിലെ സംഭവങ്ങളുമായിട്ട് അതിന് നേരിട്ട് ബന്ധമുണ്ട് എന്നതിന് പൊതുവായിട്ട് സ്ഥിരീകരിച്ചിട്ടുള്ള തെളിവുകളൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ്. എന്നാൽ മറ്റൊരു കാര്യമെന്ന് പറയപ്പെടുന്നത് ഇറാൻ്റെ കൃത്യതയാർന്നുള്ള ഡ്രോൺ ആക്രമണങ്ങൾ അമേരിക്കൻ സൈനിക തന്ത്രത്തെ മാറ്റിമറിച്ചുവെന്നാണ്. എർബിലിലെ സംഭവങ്ങൾ ഈ ഡ്രോൺ യുദ്ധത്തിൻ്റെ പുതിയ യാഥാർത്ഥ്യമാണ് കാണിക്കുന്നത് എന്നും അവർ വിലയിരുത്തപ്പെടുന്നത്. വില കൂടിയ പ്രതിരോധ സംവിധാനങ്ങളെ അപേക്ഷിച്ച് കുറഞ്ഞ ചിലവിൽ നിർമ്മിച്ചെടുക്കാവുന്ന ഈ ഡ്രോണുകൾ വലിയ തന്ത്രപരമായിട്ടുള്ള നേട്ടം നൽകുന്നു എന്നുള്ളതാണ് അവരുടെ നിഗമനം എന്ന് പറയുന്നത്. അപ്പോൾ അമേരിക്കയ്ക്ക് കണക്കിനുള്ള ഡോളർ നഷ്ടം വരുമ്പോൾ ആയിരക്കണക്കിന് രൂപയ്ക്ക് ചെയ്തെടുക്കാൻ കഴിയുന്ന ഡ്രോണുകളുടെ ഒരു തന്ത്രപരമായിട്ടുള്ള നീക്കവും അതിൻ്റെ ഒരു പരീക്ഷണവുമാണ് ഇറാൻ നടത്തുന്നത് എന്നുള്ളത്. അപ്പോൾ ഇവിടെ പാശ്ചാത്യ സൈനിക വിശകലന വിദഗ്ധർ ഇതിനെ കൂടുതൽ ജാഗ്രതയോടുകൂടിയാണ് കാണുന്നത്. ഒരു യുദ്ധത്തിൽ ഒറ്റപ്പെട്ട സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ മുഴുവൻ വ്യോമ പ്രതിരോധ സംവിധാനത്തിൻ്റെ കാര്യക്ഷമത വിലയിരുത്താനാകില്ല എന്നാണ് മറ്റൊരു അഭിപ്രായം എന്ന് പറയപ്പെടുന്നത്. കൂടാതെ എർബിലിൽ പാട്രിയറ്റ് സംവിധാനങ്ങൾ പൂർണ്ണമായിട്ടും നശിച്ചു എന്ന അവകാശവാദം സ്വതന്ത്ര ഉപഗ്രഹ വിശകലനങ്ങളിലൂടെ ഇതുവരെ വ്യക്തമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല എന്നുകൂടി പറയുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് എർബിലിൽ സംഭവിച്ചത് എന്നുള്ളതാണ്. അമേരിക്കയുടെ പാട്രിയറ്റ് സംവിധാനങ്ങൾ ഇറാൻ്റെ ആക്രമണത്തിൽ തകർന്നതിനെ തുടർന്നാണോ ഈ പിൻവലിക്കൽ സൈന്യത്തെ പിൻവലിക്കുന്നത്? അതോ അമേരിക്കയും ഇറാഖും നേരത്തെ ഈ പറയുന്ന പോലെ തീരുമാനിച്ചിരുന്ന സൈനിക പുനർവിന്യാസം മാത്രമായിരുന്നു ഇത്? അമേരിക്കയും പല പാശ്ചാത്യ വൃത്തങ്ങളും രണ്ടാമത്തെ വിശദീകരണത്തെയാണ് പിന്തുണയ്ക്കുന്നത്. അതിനാൽ ഈ വിഷയത്തിൽ ഇപ്പോഴും നിരവധി ചോദ്യങ്ങൾ അവശേഷിക്കുന്നു. യുദ്ധസാഹചര്യങ്ങളിൽ ഇരുപക്ഷവും വിവരയുദ്ധം നടത്തുന്നതിനാൽ ഏതൊരു തരത്തിലുള്ള അവകാശവാദവും സ്വതന്ത്രമായിട്ട് സ്ഥിരീകരിക്കപ്പെടുന്നതുവരെ ജാഗ്രതയോടുകൂടി സമീപിക്കേണ്ടത് അത്യാവശ്യമാണെന്നുള്ളത്. എന്നാൽ ഒരു കാര്യം വ്യക്തമാണ്, ഡ്രോണുകൾ, മിസൈലുകൾ, വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവയുടെ മത്സരം ആധുനിക യുദ്ധത്തിൻ്റെ സ്വഭാവം തന്നെ മാറ്റിമറിക്കുകയാണെന്നുള്ളത്. അടുത്ത ദിവസങ്ങളിൽ പുറത്തു വരുന്ന പുതിയ തെളിവുകൾ ഈ സംഭവത്തിൻ്റെ യഥാർത്ഥ ചിത്രം അത് കൂടുതൽ വ്യക്തമാക്കുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. എന്തായാലും ഇറാൻ്റെ ഡ്രോൺ ആക്രമണം യുഎസിൻ്റെ പാട്രിയറ്റ് എന്ന് പറയപ്പെടുന്ന സംവിധാനത്തിനെ അഗ്നിക്കിരയാക്കി തീർക്കുന്ന കാഴ്ചയുണ്ടായി. അതുകൊണ്ട് തന്നെ ഇറാനോട് തോറ്റുതുന്നം പാടി അമേരിക്കൻ പട മുന്നോട്ട് കുതിച്ചു പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു യാഥാർത്ഥ്യ ചിത്രമാണോ പുറത്തു വരുന്നത് എന്ന് അറിയാൻ കഴിയില്ല. എന്തായാലും എന്തുകൊണ്ടാണ് സൈനിക വിന്യാസം മാറ്റി സൈനികരെ അവിടെ നിന്ന് പുനർവിന്യാസം നടത്താതെ തിരികെ വിളിച്ചത് എന്തിനാണ് എന്നുള്ള ചോദ്യം അതിപ്പോഴും ലോകം ചോദിക്കുന്നുണ്ട്. ആ ലോക സമൂഹത്തിൻ്റെ ചോദ്യത്തിന് ഉത്തരം നൽകാൻ കഴിയുന്നില്ല ട്രംപിനും അമേരിക്കയ്ക്കും.